ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗൂഗിൾ ആഡ്സ് അതല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം. കണ്ടിട്ടില്ലാത്തവരത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് നമുക്ക് വരാം. സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഡെയിലി എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് നമുക്ക് നമ്മുടെ ഗോൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. നമുക്ക് എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് അതിന് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിന്ന് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ കാലത്ത്. കാരണം നമുക്ക് എന്താണ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ളവരായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് ഈസി ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന സർവീസ് എന്താണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. നമ്മളുടെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കമ്പനി കൊടുക്കുന്ന സർവീസ് എല്ലാം തന്നെ ഈസി ആയിട്ട് തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും? പോസ്റ്ററിൻ്റെ രൂപത്തിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടായാലും റീൽസ് ആയിട്ടായാലും ഇതിങ്ങനെ ഒരുപാട് ഫോംസിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് കുറച്ചുകൂടി വീഡിയോസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ? കാരണം എന്തുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസർ ജനറേറ്റഡ് കണ്ടൻസ് എല്ലാം തന്നെ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ ഗോൾസ് എത്രയെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുള്ള, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമ്മളുടെ ബിസിനസ്സിന് വേണ്ടത് ബ്രാൻഡ് അവയർനെസ് ആണോ, അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് ഇൻക്രീസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നമ്മളുടെ പേജിലേക്കുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടാനാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഗോൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കാം. ഇനി അതിനുശേഷം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് ഏത് ഓഡിയൻസിലേക്കാണ് നമ്മളുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്താൽ, നമ്മളുടെ ഏത് ലൊക്കേഷനാണ് വേണ്ടത്, അതല്ലെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ പ്രോഡക്റ്റ് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ജെൻഡറിൽ പെടുന്നവർക്കുള്ളതാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ റൈറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻസ്റ്റാഗ്രാം ആണോ, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ആണോ, FB ആണോ, ലിങ്ക്ഡിൻ ആണോ? അതായത് നമ്മളുടെ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊമോഷൻ വെച്ചിട്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോംസിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച് ഏത് പ്ലാറ്റ്ഫോമാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലോ കൂടുതലും ലിങ്ക്ഡിൻ ആയിരിക്കുമല്ലോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൂടുതലും വീഡിയോ അതല്ലെങ്കിൽ ഇമേജ് കൂടുതൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റ് ചൂസ് ചെയ്യാം. പിൻട്രസ്റ്റ് അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എല്ലാ ബിസിനസ്സിനും സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല അല്ലേ? എന്തുകൊണ്ടാണ് പറയുന്നത്? ഫോർ എക്സാമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ബിസിനസ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതൊക്കെ, അല്ല നമ്മുടെ ബിസിനസ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ നമ്മൾ എന്തിലൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, FBയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനായിട്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിലോ നമുക്കപ്പോൾ ലിങ്ക്ഡിൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ്. നമ്മളിപ്പോൾ എന്താണോ നമ്മളുടെ ബിസിനസ്, അതിനകത്ത് വേണ്ടിയുള്ള കണ്ടൻറ് എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി കണ്ടൻറ് ആയിരിക്കണം. അതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ അതിനകത്തൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനിടയില്ലാത്ത രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് മറ്റുള്ളവരായിട്ട് നമ്മുടെ മെസ്സേജ് കൺവേ ആകുന്ന രീതിയിലുള്ള ഇമേജസ്, പോസ്റ്റേഴ്സ് അതല്ലെങ്കിൽ വീഡിയോസ്
അതല്ലെങ്കിൽ ആർട്ടിക്കിൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ആർട്ടിക്കിളെല്ലാം ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആർട്ടിക്കിൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇടയില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം റീച്ച് നമുക്ക് അതിനകത്ത് നമ്മളുടെ ആ കണ്ടന്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പോസ്റ്റ് കൺസിസ്റ്റൻസ്ലി, അതായത് നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ്, ഇങ്ങനെ വന്നാൽ നമ്മളുടെ റീച്ച് കുറയത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി, അല്ലാതെ നമ്മൾ അത് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ആ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതും നമ്മുടെ ബിസിനസ്സിൻ്റെ ഒപ്റ്റിമൈസേഷനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ അടുത്തത്, നമുക്ക് നമ്മുടെ #ടാഗ് ഉപയോഗിക്കുന്നതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുക. #ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ #ടാഗ് ഉപയോഗിക്കുന്നുണ്ട്, പലരും പോസ്റ്റ് ചെയ്യാൻ നേരത്ത് കൃത്യമായിട്ടുള്ള #ടാഗ് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ #ടാഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ടന്റ് എല്ലാം തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾക്ക് വരണം. നമ്മൾ ഓരോ #ടാഗും നമ്മൾ കൊടുക്കാറില്ലേ? നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ്, എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡർ, ഇതുപോലെ ഒരു #ടാഗ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം #ടാഗ് എല്ലാം കൊടുക്കാൻ നേരത്ത് നമ്മളുടെ ആ #ടാഗിലെല്ലാം തന്നെ നമ്മളുടെ കണ്ടന്റ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റുള്ളവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട്, മറ്റുള്ളവർ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് ആ രീതിയിലേക്ക് മറ്റുള്ളവർ സെർച്ച് ചെയ്യണമനുസരിച്ച് നമ്മളുടെ കണ്ടന്റ് അവരിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് #ടാഗ് കൂടുതൽ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ #ടാഗ് കൊടുക്കണമനുസരിച്ച് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടന്റ് ആ പാർട്ടിക്കുലർ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുക ചെയ്യുന്നത് #ടാഗ് കൊടുക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് #ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ കണ്ടന്റ് എല്ലാം ഓർഗാനിക്കലി കൂടുതൽ റീച്ച് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു #ടാഗ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് #ടാഗ് കൊടുക്കുക. നമ്മളുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ നമ്മൾ പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിനനുസരിച്ചുള്ള #ടാഗ് കൃത്യമായിട്ടും തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടാവണം. അപ്പോൾ അത് നമുക്ക് ഓർഗാനിക്കലി നമ്മളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഓർഗാനിക്കലി നമ്മളുടെ പേജിൻ്റെ റീച്ച് കൂടുതലായിട്ട് സഹായിക്കും അത്. സോ അടുത്തത്, നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സായിട്ടുള്ള കൃത്യമായിട്ടുള്ള എൻഗേജ് ചെയ്യുക. അതായത് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചതിന് നമുക്ക് റിപ്ലൈ കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വഴി എന്താണ്, നമ്മൾ അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണത്. അതായത് വിത്തിൻ ആ ഒരു ടൈം ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ നിന്നുള്ള ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒപ്റ്റിമൈസേഷനിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. അടുത്തായി നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. എങ്ങനെ? നമ്മൾ ഇൻഫ്ലുവൻസേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. ഇൻഫ്ലുവൻസേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ടാകും. ആ ഫോളോവേഴ്സിലേക്ക് നമ്മളുടെ പേജ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് പേജ്, അത് അത്രയും ഫോളോവേഴ്സിലും കൂടി എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഇതൊക്കെ കൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അവയർനെസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പോസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന വഴി നമ്മളുടെ കൃത്യമായിട്ടുള്ള ബ്രാൻഡ് അവയർനെസ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കസ്റ്റമറിൻ്റെ എൻഗേജ്മെൻറ്റ് കൂടുന്നു. നമ്മളുടെ പോസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വഴി, അതായത് കൃത്യമായ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്ന വഴി നമ്മളുടെ ഓഡിയൻസിലേക്കുള്ള അവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ കൂടി കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചറായ ഓഡിയൻസിനെ നമ്മളുടെ പ്രൊമോട്ടർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും പോസിബിൾ ആകുക? ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമ്മളുടെ കമ്പനിയുടെ പ്രൊമോട്ടർ ആക്കുക എന്നുള്ളത് എങ്ങനെയാണ്? നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് തുടങ്ങിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും അതല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ പേജിൽ, ഇല്ലേ? നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അഡ്വാൻറ്റേജ്? മറ്റുള്ളവർ ആ പോസ്റ്റ് കാണുകയും ചെയ്യും, അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരതിനകത്ത് ലൈക്ക് ചെയ്യുകയും ചെയ്യും, ഇല്ലേ? പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റിലുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അവർ അവൈൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്തായി? ഒരു സ്ട്രേഞ്ചർ നമ്മളുടെ പേജിൻ്റെ ആയി തന്നെ ഒരു ഫോളോവറായി. പിന്നെ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ ട്രസ്റ്റ് ബിൽഡായി എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായിരിക്കും? ആ ഒരു കസ്റ്റമർ, ആ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയായിരിക്കും ചെയ്യണത്. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് എന്തായി?
നമ്മളൊരു കസ്റ്റമർ ആയതിനു ശേഷം പിന്നെ വീണ്ടും ഒരാൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നതെല്ലാം നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരാൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിനോട് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രൊമോട്ടറും കൂടി ആവുകയാണ് ചെയ്യണത്. സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഒരു സ്ട്രേഞ്ചറിനെ നമ്മളുടെ കമ്പനിയുടെ പ്രൊമോട്ടർ ആക്കുക, നമ്മളുടെ കമ്പനിയുടെ പ്രൊമോട്ടർ ആക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ടി വിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലുള്ള അഡ്വർടൈസ്മെൻറ്റിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് അതിലും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു പെർ ഡേ ഒരു 250 രൂപ, ഒരു 250 റുപ്പീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ജെൻഡറിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടാർഗറ്റിങ് നമുക്ക് നടക്കുന്നുണ്ട്. പിന്നെ ടാർഗറ്റിങ് നടക്കുന്നത് മാത്രമാണോ, നമുക്ക് ആ കൃത്യമായിട്ടുള്ള റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആ പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫേസ്ബുക്കിൻ്റെ എൻ്റെ ഒരു പേജ്, എൻ്റെ ഒരു പ്രൊഫൈൽ ആ കാണുന്നത്. നമുക്കിവിടെ കണ്ടോ, നമുക്കിവിടെ ഈ പേജസ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് പേജസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ ഈ പേജസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ നമുക്ക് ബിസിനസ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ബിസിനസ് പേജിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് അതായത് പേജസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പേജസ് എടുത്തിട്ട് കണ്ടോ, ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്, ഇവിടെ നമ്മൾ 2 ഓപ്ഷൻ വരുന്നുണ്ട്, പേഴ്സണൽ പ്രൊഫൈലും വരുന്നുണ്ട്, പബ്ലിക് പേജും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ പബ്ലിക് പേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. പബ്ലിക് പേജ് സെലക്ട് ചെയ്യുക. നമുക്ക് അതിനുശേഷം നമുക്ക് നമ്മുടെ എന്ത് ബിസിനസ്സാണ് ഇവിടെ തുടങ്ങേണ്ടത് ആ ഒരു പേര് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പേര്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏത് ബിസിനസ് കാറ്റഗറി ഏതാണ് നമ്മുടെ ബിസിനസ് കാറ്റഗറി, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണോ എന്താണെന്നുള്ള നമ്മുടെ ബിസിനസ് കാറ്റഗറി നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ ബയോ, ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ക്രിയേറ്റ് പേജ്, ഇവിടെ ഫെയ്ഡായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ ബിസിനസ് പേജും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ അതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പോസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വീഡിയോ, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ, ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇൻ്റർവെല്ലിൽ അതിനകത്ത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുവഴി നമ്മുടെ പേജ് ഓർഗാനിക്കലി റീച്ചായി തുടങ്ങും. മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ആ ഹാഷ്ടാഗ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റാണ് ഇവിടെ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ആഡ്സ് മാനേജർ എടുത്തേക്കുന്നത്, ഫേസ്ബുക്കിലെ ആഡ്സ് മാനേജർ. അതെടുക്കുമ്പോൾ കണ്ടോ നമുക്കിവിടെ അവയർനെസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്രാൻഡ് അവയർനെസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട്, ബ്രാൻഡ് അവയർനെസ് അതിന് പറ്റിയൊരു മോഡാണിത്. അതിനുശേഷം ട്രാഫിക്, നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടുവാനായിട്ടാണെങ്കിൽ ഈ ഒരു ട്രാഫിക് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ പേജിലേക്കുള്ള എൻഗേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൂട്ടുവാനാണെങ്കിൽ എൻഗേജ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ലീഡ് ക്യാമ്പയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ ലീഡ് ക്യാമ്പയിൻ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ, നമുക്കൊരു ലീഡ് ഫോം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റാണ് ലീഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നമ്മൾ ഏതൊക്കെ ഓഡിയൻസിലേക്കാണ് എത്തുന്നത്, അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം തന്നെ കൊടുത്തിട്ട് അവർ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് അതിനുശേഷം പിന്നെ നമുക്ക് അവർ തിരിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും ബിസിനസ് ഓപ്റ്റ് ചെയ്യുന്നതും ലീഡ് ക്യാമ്പയിൻ ആയിരിക്കുള്ളൂ. അപ്പോൾ ലീഡ് ക്യാമ്പയിൻ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സെയിൽസ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായില്ലേ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള
ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് വേണം നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഇത് കണ്ടാലും മനസ്സിലാകും. അപ്പോൾ അവയർനെസ് ആഡാണോ, ട്രാഫിക് ആഡാണോ, എൻഗേജ്മെൻറ്റ് ആഡാണോ, അതല്ലെങ്കിൽ ആപ്പ് പ്രമോഷൻ ആണോ, സെയിൽസ് ആണോ, അപ്പോൾ ഏത് ആഡ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് അപ്പോൾ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗുമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇമെയിൽ മാർക്കറ്റിങ്ങും അഫിലിയേറ്റ് മാർക്കറ്റിംഗും ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.